Hi friends, welcome to Garam Masala, the magic spices of cooking. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. ഇന്ന് നമുക്ക് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഇത് വളരെ ഹെൽത്തിയായ ഒരു ഡിഷാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ബാസ്മതി റൈസ് വേവിച്ചെടുത്തത് 3 കപ്പ്. ഇത് 1/4 ഭാഗം വേവിച്ചെടുത്തതാണ്. സവാള 1 കപ്പ്, ബെൽ പെപ്പർ 1/2 കപ്പ്, ഗ്രീൻ പീസ് 1/2 കപ്പ്, ഗ്രീൻ ബീൻസ് 1/2 കപ്പ്, ക്യാരറ്റ്സ് 1/2 കപ്പ്, ക്യാബേജ് 1/2 കപ്പ്, സ്പ്രിംഗ് ഓണിയൻ 1/2 കപ്പ്, വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, ഇഞ്ചി പേസ്റ്റ് 1 ടീസ്പൂൺ, മല്ലിയില, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, സോയ സോസ് 1 ടേബിൾ സ്പൂൺ, ഉപ്പ്, സെസമി ഓയിൽ അല്ലെങ്കിൽ എള്ളെണ്ണ. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് സെസമി ഓയിൽ ഒഴിക്കാം. അതിനുശേഷം ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി ഇവയുടെ പേസ്റ്റ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി സവാളയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം. ഇത് ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കാം. അടുത്തതായി ഗ്രീൻ ബീൻസ് ചേർക്കാം. ഇനി നമുക്ക് ബെൽ പെപ്പർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്രീൻ കളർ ബെൽ പെപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് റെഡ് കളറോ യെല്ലോ കളറോ എല്ലാം ഉപയോഗിക്കാം. ഇനി നമുക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഫ്രോസൺ ഗ്രീൻ പീസും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബാസ്മതി റൈസ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന്റെ മുകളിലായി മല്ലിയില സ്പ്രിങ്കിൾ ചെയ്യാം. ഇനി സ്പ്രിംഗ് ഓണിയൻസ് ചേർക്കാം. അടുത്തതായി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് സോയ സോസ് കൂടെ ചേർക്കാം. ഇവിടെ ഞാൻ ലൈറ്റ് കളർ സോയ സോസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഏകദേശം 4 മുതൽ 5 മിനിറ്റ് വരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. നമുക്കിത് വെജ് മഞ്ചൂരിയൻ്റെ കൂടെയോ വേറെ ഏതെങ്കിലും ഡിഷിൻ്റെ കൂടെയോ സെർവ് ചെയ്യാം. താങ്ക് യു. Please subscribe.